നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഇവർക്ക് ഇനി നേട്ടങ്ങളുടെ ഒരു നല്ല കാലം തന്നെയാണ് വന്നു പിറക്കാൻ പോകുന്നത്. ഇവരുടെ ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരും. ഇവർക്ക് കുടുംബ ജീവിതത്തിൽ ഒട്ടേറെ സമാധാനമായ അന്തരീക്ഷം തന്നെ ഉണ്ടാകും. വ്യക്തിപരമായും കുടുംബപരമായും ഇവർക്കുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കും. ഇവർക്ക് നേട്ടങ്ങൾ ഉറപ്പായും വിജയം കൂടെയും വന്നു ചേരുന്ന സമയമാണ്. അനുകൂലമായ ഒട്ടനവധി സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയും തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുകയും ചെയ്യുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള ഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ നേട്ടങ്ങളുടെ കലവറയായി തീരാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള ഭാഗ്യം കുറച്ചു നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പലർക്കും ആ അനുകൂലമായ അവസ്ഥ അനുഭവവേദ്യമായിട്ടുണ്ടാകുകയില്ല. പക്ഷേ കുറച്ചു പേർക്ക് അനുകൂലമായിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് അവരുടെ ഭാഗ്യത്തിൻ്റെയും അവരുടെ ജാതകവശാലുള്ള ഗ്രഹസ്ഥിതിയുടെയും അതോടൊപ്പം തന്നെ അവരുടെ ദശാകാലവും അപഹാരവും അനുകൂലമായി നിൽക്കുന്ന ആളുകൾക്ക് വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അശ്വതി നക്ഷത്രക്കാർക്ക് ഇവർ ഇപ്പോൾ ഉള്ള അനുകൂലമായ സാഹചര്യം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത്, അനുകൂലമായ സാഹചര്യം അവർ വഴിപാടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഒക്കെ അതിനുള്ള തടസ്സങ്ങൾ മാറ്റുന്ന സാഹചര്യങ്ങൾ കൂടി കൊണ്ടുവന്നാൽ അവരുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള അനുകൂലമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. അതിനിവർ ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം നടത്തുക, ദശാകാല വഴിപാടുകൾ, നവഗ്രഹ ദോഷശാന്തി വരുത്തുന്നതിന് വേണ്ടി നവഗ്രഹ പൂജ, അതുപോലെ തന്നെ ദശാനാഥന്റെയും നക്ഷത്രനാഥന്റെയും അനുകൂലമായ സ്ഥിതി വരുത്തുന്നതിന് വേണ്ടി വഴിപാടുകൾ ചെയ്യുക. ഇത്തരത്തിൽ വളരെ അനുകൂലമായ സ്ഥിതിവിശേഷം വന്നു ചേരുകയും ഐശ്വര്യപ്രദമായിട്ടുള്ള അനുകൂലമായ ഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാകും. ഇവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അനുകൂലമായ ഒട്ടനവധി ഫലങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രം തന്നെയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറി നിൽക്കുന്നു. സാമ്പത്തിക നേട്ടത്തിനുള്ള അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. കടബാധിത, സാമ്പത്തിക ഞെരുക്കം, ഈ തരം കാര്യങ്ങളിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും ഐശ്വര്യപ്രദമായിട്ടുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തികപരമായി ഇവർക്ക് വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളോടെ എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രവൃത്തികൾ, ഇതിലൊക്കെ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതം കൊണ്ട് സാധ്യമാകും. മികച്ച മുന്നേറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകുന്ന ഒരു സമയം കൂടിയാണ് വന്നിരിക്കുന്നത്. ഭരണി നക്ഷത്രക്കാർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി അവിടെ യഥാശക്തി വഴിപാടുകൾ, ഇഷ്ട വഴിപാടുകൾ ചെയ്യുക. എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് മാറ്റങ്ങളുടെ ഒരു തുടക്കം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. തൊഴിൽ രംഗത്ത് ഉണ്ടായിരുന്ന പലവിധ അനിശ്ചിതാവസ്ഥകൾ താൽക്കാലിക തൊഴിൽ നിന്ന് പോലും സ്ഥിര വരുമാനമുള്ള ജോലിയിലേക്ക് കടന്നു കയറാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. വാഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും. പുതിയ വാഹനം സ്വന്തമാക്കുന്നതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം വന്നു ചേരും. സന്താനങ്ങൾക്ക് ഐശ്വര്യപ്രദമായിട്ടുള്ള ഭാവി വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ശാരീരിക അസ്വസ്ഥതകളൊക്കെ മാറി ഐശ്വര്യപ്രദായകമായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. മികച്ച മുന്നേറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക.
വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകും. തൊഴിൽപരമായിട്ട് പറയുകയാണെങ്കിൽ വരുമാന വർധനമാണ് വന്നു ചേരാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. പല വിധത്തിലുള്ള വരുമാന മാർഗങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സ്ഥിതിവിശേഷം വന്നു ചേരുന്നു. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. ഒട്ടനവധി അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പേരും പ്രശസ്തിയുമൊക്കെ വർദ്ധിച്ചു നിൽക്കുന്ന സമയമാണ്. സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിക്കുന്ന സാഹചര്യം ഈ നക്ഷത്രക്കാർ വിജയത്തിലുണ്ടാകും. വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുകയും വിദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ടോ ഒരു അവസരത്തിനോ പോകുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ അനുകൂലമായി വന്നു ചേരുന്ന സമയം കൂടിയാണ്. ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒട്ടേറെ അനുഗ്രഹീതമായ സമയം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ, വളരെ നാളുകളായി നടക്കാതെ പോയ കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നു. ഇവർക്ക് വരുമാന വർധനവ് വന്നു ചേരും. തൊഴിൽപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ മാറുന്നു. തൊഴിൽ അഭിവൃദ്ധി വന്നു ചേരും. ഇഷ്ട തൊഴിൽ ലഭിക്കാനുള്ള അവസരങ്ങൾ, മത്സര പരീക്ഷകൾ, അതിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്ത് സമ്പത്ത് വർദ്ധിക്കുന്ന കാര്യത്തിൽ, പുതിയ പുതിയ തൊഴിൽ മേഖലകൾ കൈയടക്കുന്ന കാര്യത്തിലൊക്കെ ഇവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഇവരുടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കുമൊക്കെ വളരെ ഗുണം ലഭിക്കുന്ന സമയമാണ്. പണമിടപാട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഇഷ്ട വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പുണർദം നക്ഷത്രക്കാർ ഏറ്റവും മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുക തന്നെ ചെയ്യും. ഇവർ എടുക്കുന്ന തീരുമാനങ്ങൾ, ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എടുക്കുന്ന പ്രവർത്തികൾ ഒക്കെ അനുകൂലമായ നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഒട്ടേറെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന സമയം കൂടിയാണ്. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ അനുകൂലമായി നിൽക്കുന്നു. സാമ്പത്തിക പുരോഗതിക്ക് ഒട്ടേറെ വഴികൾ ഇവർക്ക് തേടാൻ സാധിക്കുകയും അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്ന സമയമാണ്. മാനസിക സമ്മർദ്ദം അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. സൗഹൃദങ്ങൾ, സുഹൃത്തുക്കൾ, ഇതൊക്കെ ജീവിതത്തിൽ പച്ച പിടിപ്പിക്കുന്ന, അതായത് അവരിൽ നിന്നുള്ള മാനസികവും ഉപദേശ സ്വഭാവത്തോടുകൂടിയുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. അതുകൊണ്ട് സുഹൃത്തുക്കൾ, സൗഹൃദങ്ങളൊക്കെ നേട്ടത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. യാത്രകൾ ഇവർക്ക് അനുകൂലമായ തീരുമാനം എടുക്കുന്നതിനും നേട്ടങ്ങൾ കൊണ്ടുവരുന്നതിനും സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. വലിയ മാറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഒട്ടേറെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് ഈ നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ കൈവരുന്നു. സാമ്പത്തിക കഷ്ടതകൾ, പരിമിതികൾ, ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഇവർക്ക് ഒട്ടേറെ അനുകൂലമായ പുരോഗതി നിറഞ്ഞ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. വളരെ നാളുകളായി അധ്വാനിക്കുന്ന, പരിശ്രമിക്കുന്ന പല കാര്യങ്ങൾക്കും ആ തടസ്സങ്ങളൊക്കെ മാറി വളരെ എളുപ്പത്തിൽ തന്നെ അത് നേടിയെടുക്കാൻ സാധിക്കുന്നു. ആരോഗ്യ കാര്യത്തിലുള്ള ശ്രദ്ധ, അവരുടെ ആരോഗ്യം പൂർണ്ണ തോതിൽ അനുകൂലമായി വന്നു ചേരുന്നതിന് സാധിക്കുന്നു. ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുകയും പുണ്യകർമ്മങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ഈശ്വരാധീനത്തിന്റെ ആനുകൂല്യങ്ങൾ, ഈശ്വരന്റെ അനുഗ്രഹം ഇവിടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കുമൊക്കെ അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്കും ഒട്ടേറെ യാത്രകൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. നേട്ടങ്ങൾ ഒരുപിടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്ന സമയം കൂടിയാണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുകയും വീട് മോടി പിടിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യുന്നു. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും. സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു.
സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതോടൊപ്പം തന്നെ മനസ്സമാധാനം ഉണ്ടാകുന്ന പല വഴികളും ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുകയും അതിലൂടെ മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.